റോഡിലുണ്ട് ചരല്, തോട്ടിലുണ്ട് പരല്, നീയൻ കരല്. വിജയിച്ചൊരു പടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പിയുള്ള ഒരു കാര്യമാണ്. ഇന്ന് സെറ്റ് പൊളിക്കാൻ പോയിട്ട് സുനിലേറിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാൽ ഭണ്ഡാരത്തിനകത്ത് പൈസ കിട്ടി. അമ്പലത്തിൻ്റെ മാത്രം ഞാനൊരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് ഒരു 4 സംതിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുള്ളിയുടെ അടുത്ത് പോയിരിക്കുമ്പോഴത്തേക്കും ഗ്രീൻ ആപ്പിൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. പുള്ളി അവരെപ്പോഴും കൊണ്ടുവരും ഗ്രീൻ ആപ്പിൾ. പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിലേ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലേ, അത് ഞങ്ങൾ ഒരു രാത്രി കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. കൂളായിരുന്നത്. അപ്പോൾ അതിലൊരു പാട്ട് ട്രെൻഡിങ് പാട്ട് 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അവർ 5 ഡമ്മിയായിട്ട് അന്നുണ്ടാക്കി 3 എണ്ണത്തിൽ തീർത്തു, അധികം മേടിച്ച് കൂടിയിട്ട്. തിയേറ്ററുകളിൽ ഗംഭീര വിജയം നേടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറും തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രം ചെയ്ത ജോമോൻ ജ്യോതിറുമാണ് ഇന്നത്തെ മാസ്റ്റർ ക്രാഫ്റ്റിന്റെ പുതിയ എപ്പിസോഡിൽ നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം സുനിൽ. നമസ്കാരം ജോ. സുനിലേട്ട, ആദ്യം തന്നെ സുനിലേട്ടോട് തന്നെ ചോദിക്കാം, ഗുരുവായൂർ അമ്പലം നടന്ന ചിത്രത്തിന്റെ ഗുരുവായൂർ ക്ഷേത്രം, അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള സംശയമാണ് കാണുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇടുന്നതാണ് അതിൻ്റെ പരിപാടി. നമ്മളെ ഈ പടം തുടങ്ങുമ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സെറ്റിൻ്റെ പരിപാടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു 38 ദിവസം 40 ദിവസത്തിനുള്ളിലാണ് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റിയത്. അപ്പോൾ അത് നല്ല റെസ്പോണ്ട് കിട്ടുന്നുണ്ട്. ആൾക്കാർ സെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അല്ല, എങ്ങനെയായിരുന്നു ഈ സിനിമയിലോട്ട് എത്തിയെങ്ങനെ? വിപിൻ ദാസ് എന്ന സംവിധായകൻ ഡയറക്ടർ ചേട്ടനെ വിളിക്കായിരുന്നു? വിപിൻ ചേട്ടൻ ഞങ്ങളെ ഫാലിമി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജയ്സാൽമീറിലൊക്കെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ജയഹേൻ്റെ ഒരു വിജയാഘോഷം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി നിതീഷ് കൂട്ടുകാരനാണ്. അപ്പോൾ ആ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അന്നേരമൊന്നും ഈ അമ്പലനടയിലിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫാലിമി ഒരു അവസാന ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പോയിട്ട് ഇവിടുന്ന് ഗുരുവായൂർ തന്നെയാണ് മീറ്റ് ചെയ്തത്. അതാണ് ആദ്യത്തെ അതിലേക്കുള്ള ഒരു എൻട്രി. പൃഥ്വിരാജ് തന്നെയാണല്ലോ സിനിമയുടെ നിർമ്മാതാവ്. പൃഥ്വിരാജും സുപ്രീം കൂടെ ചേർന്നാണല്ലോ നിർമ്മാതാക്കൾ സിനിമയുടെ. അതെ. അപ്പോൾ ഈ സെറ്റ് ഇടുന്നതിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു ഒരു റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? സെറ്റ് ആദ്യം നമ്മൾ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ആ സിനിമ നടക്കൂല. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ഷൂട്ടിങ്ങിന് പെർമിഷൻ ഇല്ല ഇപ്പോൾ. നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ പെർമിഷൻ ഇല്ല, കൊടുക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാർ ഇത്രയും ക്രൗഡ് വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ ഷൂട്ടിങ്ങും ഇനി അഥവാ അനുമതി തന്നാൽ തന്നെ നടക്കുകയും ചെയ്യില്ല. അതാണ് സെറ്റ് ഇടാന്നുള്ള തീരുമാനത്തിലേക്ക് മാറിയത്. അതുപോലെ ജോമോനിലോട്ട് വരുവാണെങ്കിൽ, ജോമോൻ ഒരു സോഷ്യൽ മീഡിയ കോവിഡ് സമയത്ത് ഒരുപാട് വീഡിയോകൾ ചെയ്ത് അങ്ങനെ വൈറലായി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആക്ടറാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് സിനിമയിലോട്ടുള്ളൊരു വരവ്? എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് നമ്മൾ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം ജൂഡ് ആൻ്റണി സാർ അതുപോലെ പുള്ളിയുടെ പടത്തിൽ സാറാസ് എന്ന് പറഞ്ഞ പടത്തിൽ 2 സീൻ, അങ്ങനെയാണ് സിനിമയിലോട്ട്. സാറാസാണ് ജോമോൻ്റെ ഫസ്റ്റ് പടം. ഫസ്റ്റ് പടം. അത് കഴിഞ്ഞിട്ടാണ് രോമാഞ്ചം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പത്രോസിൻ്റെ പടപ്പുകളിൽ അതിൽ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ രോമാഞ്ചത്തിൽ ജിത്തു ചേട്ടൻ ഈ യൂട്യൂബിൽ പരിപാടി കാണാറുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ. നിങ്ങളുടെ ഈ ആടലോടകത്തിൻ്റെ പരിപാടികളെല്ലാം അങ്ങനെയുള്ള പരിപാടികളെല്ലാം പുള്ളി കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് വിളിച്ച് തന്നാണ് രോമാഞ്ചത്തിലോട്ട്. പിന്നെ വിപിൻ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രംകാരനാണ്. പിന്നെ മുദ്ദുകവ് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്നുപോലെ പുള്ളിയെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമ്മൾ സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിപിൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സംസാരിക്കും, കമ്പനിയൊക്കെ ആയി. രോമാഞ്ചം കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളി ഗുരുവായൂരമ്പലോട്ട് രോമാഞ്ചം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സിനിമയിലോട്ട് വിപിൻ ചേട്ടൻ വിളിച്ചായിരുന്നു. പുള്ളിയുടെ ഒരു പ്രോജക്റ്റ് ഓണായപ്പോഴത്തേക്കും എനിക്ക് പറ്റിയൊരു പരിപാടി വന്ന് ചേട്ടൻ വിളിച്ചു. ഈ ഫാലിമിയിലെ കഥാപാത്രം ഈ ഗുരുവായൂരമ്പലനടയിലെ കഥാപാത്രം തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഇപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, രണ്ട് പരിപാടിയാണ് അത്. ഒരാൾ ഏകദേശം കാണുമ്പോഴത്തേക്കും ചെറിയ സിമിലാരിറ്റി ഉണ്ടെങ്കിലും ക്യാരക്ടറിൻ്റെ സ്വഭാവം വെച്ചിട്ട് മറ്റേ ആൾക്ക് ഇപ്പോൾ ഗുരുവായൂരമ്പലനടയിലുള്ള ആൾ അബ്നോർമലാണ്, മറ്റേ ആൾ നോർമലാണ്. പുള്ളി വേറെ പരിപാടിയാണ് പുള്ളി. അത് ഇതിൽ ഈ പിക്കപ്പ് ലൈൻസ് പറയുന്നതും ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. ഒരുപാട് പിക്കപ്പ് ലൈൻസ് പറയുന്നതും
പിന്നെ ഒരു 3 ഗെറ്റപ്പിലാണ് വരുന്നത് സിനിമയിൽ. ആ പക്ഷിരാജ് പക്ഷിരാജിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ കോളേജ് കാലഘട്ടം ജസ്റ്റ് മറ്റേ പിക്കപ്പ് ലൈനിൽ കാണിക്കുന്നു. പിന്നെ ഡോക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് കല്യാണ ചെറുക്കനായിട്ട് വരുന്നുണ്ട്. അല്ല, ജോമോൻ ഈ സെറ്റിലോട്ട് ചെന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എൻ്റെ കിളി പറന്നുപോയി. ഞാനത് അവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ ഈ സെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ അതിലുപരി ഈ 1500 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ സാധാരണ ഈ ഗുരുവായൂർ അമ്പലനടയിൽ രാവിലെ ഇടുന്ന പാട്ട് ഇവരിടാറുണ്ട്. കറക്റ്റ് അമ്പലത്തിൻ്റെ വൈബ്. അത് ഈ സെറ്റ് കണ്ടിട്ട് കുറേ 60-65 വയസ്സായ അമ്മാമ്മമാർ അവിടെ തൊഴുത് ഇന്നിപ്പോൾ ഒരു വീഡിയോ എന്താ വൈറലായിരുന്നു ചേച്ചി. ഇന്ന് സെറ്റ് പൊളിക്കാൻ പോയിട്ട് സുനിലേട്ടന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഭണ്ഡാരത്തിനകത്ത് പൈസ കിട്ടി. പൈസ വണ്ണാരത്തിൽ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, സെറ്റ് ഇന്നാണ് കൽപ്പിച്ചേട്ടൻ പൊളിത്? സെറ്റ് എനിക്ക് 2-3 ദിവസം മുമ്പേ കഴിഞ്ഞു, പൊളിച്ചു കഴിഞ്ഞു. അത് അത്രയും സമയം എടുക്കും. എറണാകുളത്ത് തന്നെയല്ലേ സെറ്റ് ഇട്ടത്? അതെ, കളമശ്ശേരിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിന്റെ അപ്പം പെർമിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് സ്ഥലം നിങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മൾ അത് ഡെയിലി റെന്റിനാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 40 ദിവസം അതനുസരിച്ചുള്ള റെന്റ് അതെ കൊടുത്തോണ്ടിരിക്കണം. ജോമോനിലോട്ട് വരുവാണെങ്കിൽ അടുത്ത സിനിമകൾ ഏതൊക്കെയാണ്? അടുത്തത് ഇപ്പം വാഴ എന്ന് പറഞ്ഞിട്ട് പടം ഷൂട്ട് കഴിഞ്ഞ് ഓഗസ്റ്റിൽ വാഴ ഇറങ്ങും. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷറഫുദ്ദീൻ്റെ പെറ്റ് ഡിറ്റക്റ്റീവ്. പിന്നെ കേക്കില്ല രാജ്യത്ത് എന്ന് പറഞ്ഞ പടം ചെയ്തായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലോട്ടുള്ള പരിപാടികൾ ഇനിയുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട്, സ്ഥിരം ചെയ്യാറില്ല. എങ്ങനെയായിരുന്നു ആക്ടിങ് എന്നുള്ളൊരു പണ്ടുതൊട്ടുണ്ടായിരുന്നു? ആക്ടിങ് പഠിച്ചിട്ടുണ്ടോ അതോ? പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ സിനിമകൾ കാണാറുണ്ട് ബ്രോ. ഇപ്പോൾ ഓരോ സിനിമകളിരുന്ന് കാണാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. 10-12ഓളം വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് യൂട്യൂബിൽ, സിനിമയിൽ വരുന്നതിന് മുമ്പ്. ഈ ആടലോടകത്തിലോട്ട് വരുന്നത് എങ്ങനെയാണ്? അപ്പം അത് ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ 2 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അവരെന്നെ അഭിനയിക്കാനായിട്ട് വിളിച്ചു. ഞാനതിൽ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഷോർട്ട് ഫിലിംസും പരിപാടികളൊക്കെ ആയിട്ട്. സുനിലേട്ടനോട് വരുവാണെങ്കിൽ അത് ഇതിന് മുമ്പ് ചെയ്ത സിനിമ ഫാലിമിയുടെ ആർട്ട് ഡയറക്ടറുണ്ട്. ഫാലിമി ഞാൻ തന്നെ അത് ജോമൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ ഒരു കല്യാണ സീനിൽ ഒരു അടിയായിട്ട് നിൽക്കുക പരിപാടി. കസേരയാണ് അതിന് ഡമ്മി ഉണ്ടാക്കി. എനിക്കൊന്ന് അവർ 5 ഡമ്മി ആയിട്ട് അന്ന് ഉണ്ടാക്കി 3 തീർത്തു അടിക്ക് മേടിച്ച് കൂടിയിട്ട്. അല്ല, ഇത് കൂടുതൽ ഷൂട്ട് ഇത് ട്രാവൽ മൂവി ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഈ ട്രെയിൻ സീക്വൻസ് കുറേ അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു? അതെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു അതിൽ വണ്ടി ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് അതിനെ ഓൾട്രേഷൻ ചെയ്ത് അതിൻ്റെ സീറ്റൊക്കെ ഇളക്കി പെയിൻ്റ് അടിച്ച് അതിനൊരു പഴയ ലുക്കിലൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് ഓടിച്ചുകൊണ്ടുപോയി ജയ്സാൽമീറിലേക്ക്. ഇവിടുന്ന് കൊണ്ടുപോയതാണ്. പക്ഷെ അത് നമുക്ക് കുറേ പണി തന്നു. നമ്മളൊരു 10-ാം തീയതി എന്നുള്ളത് 10-ാം തീയതിയാണ് അതിൻ്റെ ഒരു ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന്. അപ്പോൾ ആ 10-ാം തീയതിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 5-ാം തീയതിയൊക്കെ ഇവിടുന്ന് വിട്ടു. പക്ഷെ അത് വഴിയിലായി. ഒരു 2-3 പ്രാവശ്യം കംപ്ലൈൻ്റ് ആയി, വർക്ക്ഷോപ്പ് കയറ്റി. പിന്നെ ടെൻഷനായി, ഇത് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. അങ്ങനെ കുറച്ച് ടെൻഷൻ അടുപ്പിച്ച ഒരു വണ്ടിയായിരുന്നു വണ്ടി. ബേസിലിൻ്റെ കൂടെ തന്നെയാണല്ലോ അടുത്ത സിനിമയും ചെയ്തത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഈ സെറ്റ് കാണുമ്പോൾ? പൃഥ്വിരാജ്, ബേസിൽ അവരൊക്കെ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വന്ന് ഞെട്ടിയ ഒരു ഫീൽ തന്നെയായിരുന്നു വന്നത്. സെറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ VFX കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? VFX വേണം എന്നുള്ളത് നമ്മൾ അത് ഉണ്ട്. കാരണം അത്രയും വലിയൊരു വൈഡ് സ്ഥലമാണ് ശരിക്കും ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിലൊന്നും നിൽക്കില്ല. അപ്പം നമുക്ക് ഒരുപാട് VFX ഇല്ലെങ്കിലും നമുക്ക് കൂടുതലും ക്ലോസ് പരിപാടികളൊക്കെ ചെയ്യുന്ന അത് നമുക്ക് VFX ഇല്ലാണ്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അത്രയും ഇതായിട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് ഇന്നലെ ഞാൻ തോന്നുന്നു പൃഥ്വിരാജ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതെ ഈ സെറ്റ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ അറിയുന്നത് ഇത് സെറ്റായിരുന്നു എന്ന്. പിന്നെ ഇത് ടോട്ടൽ എത്ര ബഡ്ജറ്റ് ഈ ആർട്ട് ഡയറക്ടർ ഇതിനു വേണ്ടി ചെയ്യാനായിട്ട് എത്രയായിരുന്നു? ഒരു അമ്പലത്തിൻ്റെ മാത്രം ഞാനൊരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് ഒരു 4 സംതിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറയുന്നത് കാരണം അത്രയും പരിപാടി ഉണ്ട് അതിനകത്ത്. നമുക്ക് ഒന്നാമത് അത്രയും സ്ട്രോങ്ങിൽ ഉണ്ടാക്കിയെടുക്കണം, ഇത്രയും ആൾക്കാർ ഉൾക്കൊള്ളിക്കണം അതിനകത്ത്. ഈ വിളക്കും അതെ ഈ ഡീറ്റെയിലിങ് ഇത്രയും കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ല. അതാ പറഞ്ഞത്, അത് ഡീറ്റെയിലൊക്കെ ആക്കുമ്പോൾ നമുക്ക് അതിനുള്ള സമയം വേണം. അതിൻ്റെ മെറ്റീരിയൽ അതുപോലെ അതൊക്കെ ഫൈബറിലാണ് ചെയ്തെടുക്കുന്നത്. ഫൈബറിൽ നമുക്ക് വെറുതെ മോൾഡ് ചെയ്യാനല്ല, അതിൽ ഒരുപാട് പരിപാടിയുണ്ട്. ആദ്യം അതിനെ മണ്ണിലുണ്ടാക്കണം. മണ്ണിലുണ്ടാക്കിയിട്ട് അതിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഡൈ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഫൈബറിലേക്ക് മാറ്റാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്
അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ആയിട്ട് നമുക്ക് ഫീലും ചെയ്യും. സൈഡിലുള്ള ആ ഒരു പഴയ ഒരു ലോഡ്ജ് ഉണ്ട്, ആ ലോഡ്ജ് ഉൾപ്പെടെ അതുപോലെ. ആ ലോഡ്ജ് ഉണ്ട് അതിൽ. ശരിയാ, സിനിമയിലൊക്കെ കാണാം, മറ്റേ അമ്പലത്തിന്റെ സൈഡിലുള്ള ലോഡ്ജ്. ആ ലോഡ്ജ്, അവിടെയുള്ള കടകൾ, അതുപോലെ ഒരു ബുക്ക് സ്റ്റാള്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ബാങ്കിൻ്റെ. ചിത്രം കൂടുതലും സമയം ആ അമ്പലം മറ്റേ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ക്ലൈമാക്സും എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. അതൊരു ചലഞ്ച് ആയിരുന്നില്ല? അപ്പോൾ അത് അതെ 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 കൂടുതലും ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും, കാരണം എന്തെങ്കിലും തൊട്ടോ എന്തെങ്കിലും. ഇല്ല, ഇപ്പം വിവിൻചേട്ടൻ്റെ തന്നെ 22 ദിവസം നമ്മൾ അതിനകത്ത് ഷൂട്ട് ചെയ്തു. അവിടെ സെറ്റിൽ തന്നെ 22 ദിവസം ഷൂട്ട് ഷൂട്ട് ചെയ്തു. സെറ്റിൽ എങ്ങനെയാണ് ഈ ബേസിലൂടെയുള്ള എക്സ്പീരിയൻസും എല്ലാവരും പഞ്ചപാവ. ജഗദീഷേട്ടനും രാജുവേട്ടനും ബേസിലേട്ടനൊക്കെ ഒരു സീന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ നമുക്ക് ഹെൽപ്പായിട്ട് കുറേ പരിപാടികൾ പറഞ്ഞു ഗീവ് ആൻഡ് ടേക്ക് പരിപാടി. പിന്നെ അതല്ലാതെ കൂടെ യോഗി ബാബു ഒക്കെ വന്നിരുന്നു. യോഗി ബാബുവിനുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി അടിപൊളി. പുള്ളിയുടെ കൂടെ ഒരു 8 പേര് എല്ലാതും ഉണ്ട്. നമ്മൾ പുള്ളിയുടെ അടുത്ത് പോയിരിക്കുമ്പോഴത്തേക്കും ഗ്രീൻ ആപ്പിൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. അവരെപ്പോഴും കൊണ്ടുവരും ഗ്രീൻ ആപ്പിൾ. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു അതോ സിനിമയിൽ അഭിനയിച്ചാണ്? അല്ല, നമ്മളവിടെ പുള്ളി വരുമ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരിക്കും. പരിചയപ്പെടാമല്ലോ, വലിയൊരാളല്ലേ വന്നിരിക്കുന്നത്, നമുക്ക് ജന്മത്ത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ ഒരു 7 പേരുണ്ട്. പുള്ളിയുടെ ADs അസിസ്റ്റൻ്റായിട്ട് കുറച്ച് പേരുണ്ട്. അല്ല, അപ്പോൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അവർ തന്നെയാണോ പുള്ളിയുടെ കൂടെ കുറച്ച് പേരുള്ളത്? അല്ല, അത് വേറെ മാനേജറായിട്ടുള്ള നമ്മുടെ ഹാരിസ്കയും പിന്നെ കൺട്രോളറും കൂടി 2 പേരാണ് ബോഡി ഗാർഡായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഈ വിപിൻ ചേട്ടൻ ഇത് രോമാഞ്ചത്തിന് ശേഷം ഗുരുവായൂരമ്പലത്തിലോട്ട് വിളിക്കുന്നു. അതിനു മുമ്പ് ഈ ഫാലിമിയിൽ നിതീഷ് ചേട്ടനാണ്, നിതീഷ് സഹദേവ്. ഞാൻ പുള്ളിയുടെ ചാനലിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിതീഷിന്റെ ചാനലാണ് സബ്ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനലിലാണ്. അത് കണ്ടിട്ട് അതും വിപിൻ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അതും വിപിൻ ചേട്ടൻ കണ്ടിട്ടുണ്ട്. വിപിൻ ചേട്ടനും നിതീഷ് ചേട്ടനും നല്ല തിക് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്ക് ഏകദേശം അറിയാം എനിക്ക് ഒരു പരിപാടി തന്നാൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. പിന്നെ ഈ രോമാഞ്ചത്തിലോട്ട് വന്നിരിക്കുന്നത് ജിത്തു ചേട്ടൻ ഈ സോഷ്യൽ മീഡിയ വീഡിയോസ് എല്ലാം കണ്ടിട്ട് വിളിച്ചാണ്. കാരണം ഇപ്പോൾ ആവേശത്തിനാണെങ്കിലും ഇപ്പോൾ പുള്ളി എടുത്തിരിക്കുന്ന 3 പേരും സോഷ്യൽ മീഡിയ ട്രെൻഡ് സെറ്റർ ആയുള്ള ആൾക്കാർ, ഈ ഹിപ്സ്റ്റർ പിന്നെ മിഥുൻ, ഇവരെല്ലാവരും. അപ്പോൾ ഇവരെ വീഡിയോ കണ്ടിട്ടാണ് പുള്ളി എല്ലാവരും. ഓഡീഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്കോ രോമാഞ്ചത്തിന്? ഉണ്ടായിരുന്നു. ഓഡീഷനായിട്ടില്ലായിരുന്നു, പക്ഷെ നമുക്കൊരു 10 ദിവസം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. 10 ദിവസം പോർഷൻസ് ചെയ്യിപ്പിച്ച് നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ടാണ് പടത്തിലോട്ട് കയറിയത്. ഈ ഒതളങ്ങാത്തുരുത്ത് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇറങ്ങിയിരുന്നു കോവിഡ് സമയത്ത്. അതിനകത്തും ജോണിന് ചെറിയ റോൾ ചെയ്തു. അവസാനത്തെ 3 എപ്പിസോഡിലുണ്ട്. അതിലോട്ടുള്ള ഇതെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് തന്നെയാണോ ചെയ്തത്? അത് അവർ വിളിക്കുക, പരിപാടി ചെയ്യാനുണ്ട് വരാം. ഇപ്പൊ അതിലൊരു പാട്ട് ട്രെൻഡിങ്, മറ്റേ വണ്ടിനെ തേടുന്ന പാട്ട് 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തത്. അതിപ്പം ഇപ്പൊ എല്ലാ റീൽസും ആ പാട്ടാണ്. എന്തായാലും 2 പിക്കപ്പ് ലൈൻസ് പറയാൻ പറ്റും? ഞാൻ ഇന്നൊരു പിക്കപ്പ് ലൈൻസ് ഇട്ടായിരുന്നു. എനിക്ക് കുറെ പിക്കപ്പ് ലൈൻസ് ഇതിൽ അയച്ചെന്നുണ്ടാവല്ലോ വാട്സാപ്പിൽ. 2 പറഞ്ഞാൽ മതി, ക്യാമറ 2 പറഞ്ഞാൽ മതി. റോഡിലുണ്ട് ചരല്, തോട്ടിലുണ്ട് പരല്, നീയൻ കരള്. ഒയോടെ ഒരു ഓയല്ല, ഞാൻ ഇന്നൊരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് മറന്നു പോയത്. അമ്പലത്തിലുണ്ട് പുഷ്പാഞ്ജലി, അപ്പൂപ്പൻ ആദരാഞ്ജലി, നീയൻ അഞ്ജലി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ജോമൻ തന്നെ. അയ്യോ, അത് സ്ക്രിപ്റ്റിലുള്ളത് അത് അവര് വിപിൻ ചേട്ടനും ദീപു ചേട്ടനും സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പിക്കപ്പ് ലൈൻസ് ഒന്നും പറയാറില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് പറഞ്ഞ. അത് ഓർമ്മയുണ്ട്, നമ്മള് മറ്റേ ചെരുപ്പെടുത്തെറിഞ്ഞത്, പിന്നെ ചോറ് പാത്രം എടുത്തെറിഞ്ഞത്, ചെരുപ്പ് എറിയണത്, ചോറ് എറിയണത്, ഇതെല്ലാം ചേട്ടനാ. ഇതൊക്കെ ഞാനറിഞ്ഞ്. അപ്പോൾ ബിബിൻ പറഞ്ഞ നല്ല ശക്തിയിൽ എറിയണം, എന്നാലേ അത് ഫീൽ ചെയ്യുള്ളൂ. എനിക്കൊന്ന് വേദന എടുത്തോണ്ട് കൈ. ഈ വിപിൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ വീടും കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കി വെച്ചാണോ, അതോ ചേട്ടൻ നിങ്ങളൊപ്പാണോ പോയത്, അതോ വിപിൻ ചേട്ടൻ കണ്ടിട്ട് ചേട്ടനോട് ഈ വീടിൻ്റെ കാര്യങ്ങൾ? അവർ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വീട്. ഈ ബേസിലിൻ്റെ വീടും അനശ്വരൻ്റെ വീടും ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് അടുത്തടുത്ത് വീട് കിട്ടേണ്ടതുകൊണ്ട്. കാരണം ആദ്യം ഞാനായിരുന്നില്ല ഡയറക്ടർ. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അവരെന്തോ ഇത് മാറിയ പിന്നെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ അവർ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാത്രം, വേറെ കണ്ടില്ല. ബാക്കിയെല്ലാം ഞാൻ കൂടി പോയിട്ടാണ് കണ്ടത്. അല്ല, വീട്ടിലല്ല വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നല്ലോ, ജസ്റ്റ് വീട് മാത്രമായിട്ട് തരുമായിരുന്നു? അതോ ചേട്ടൻ അവിടെ വേറെ അതിലെ മൊത്തം കളർ പെയിൻ്റൊക്കെ അടിച്ച്, പിന്നെ ആ ബേസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അതിന് മേലെ ഇവർ ആ ടെറസിലൊക്കെ ഒരു ചെടിയൊക്കെ വളർത്തുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്തതാണ്.
പിന്നെ ഈ മറ്റേ കല്യാണം പാട്ട് അതിന്റെ ആ വർക്കും അതെല്ലാം ആ വീടിന്റെ മുറ്റത്ത് തന്നെ ചെയ്തു. രണ്ട് വീടിന്റെ മുറ്റത്ത് തന്നെയാണ് മറ്റേ കല്യാണം പാട്ട്. അതെ അതെ അതെ. അതിൽ ജോമോൻ ഉണ്ടായില്ല, രണ്ടാമത്തെ കല്യാണത്തിനില്ല അല്ലേ? ലാസ്റ്റ് ദിവസം വന്നായിരുന്നു. അതെ അല്ലേ? ആ ഇല്ല, പാട്ട് സീക്വൻസിൽ ജോമോൻ ഇല്ല പക്ഷെ കാണാൻ വേണ്ടി വന്നായിരുന്നു ഷൂട്ട് സമയത്ത്. മറ്റേ ഗ്യാസ് കുറ്റിയും തൂക്കിയിട്ട് വരുന്ന ഒരു സംഭവം. അപ്പൊ നമ്മള് പാട്ട് സീന് കഴിഞ്ഞ പിന്നെ തോന്നുന്നത് അടുത്ത്. ആ വീട്ടിലാണ് ചേട്ടൻ പറഞ്ഞ ബേസിലിന്റെ വീട്ടിലോട്ട് വരുന്നത്. അതായത് നമ്മള് ശരിക്ക് കഥ നടക്കുന്നത് ഇത് കല്യാണത്തിന് മുന്നേ ആണ് ഗ്യാസ് കുറ്റി എടുത്തോണ്ട്, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞ് മറ്റേ പാട്ട് സീന് കഴിഞ്ഞ പിന്നെ എടുത്തത്. ചേട്ടൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സിനിമകൾ ഏതൊക്കെയായിരുന്നു? ഞാൻ ഫാലിമി, ഹിഗിറ്റ, പ്യാലി, കായ്പോള, ഇപ്പോൾ മന്ദാകിനി. അടുത്ത സിനിമകൾ അടുത്തത് ഇപ്പോൾ അരുൺ വൈഗയുടെ പടം ഗുണ്ടജയം ചെയ്തത്. ഫാലിമിൻ്റെ കാര്യത്തിൽ പിന്നെ ജോമോനെ ഉള്ളത് ട്രിവാൻഡ്രം ഷെഡ്യൂൾ മാത്രമല്ല ഉണ്ടായുള്ളൂ അല്ലേ? കൂടുതലും അതിൻ്റെ മറ്റേ വാരണാസി ആ സ്ഥലങ്ങളല്ലേ ഷൂട്ട് ചെയ്യുന്നത്? അതിൽ വാരണാസിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ജഗദീശേട്ടൻ്റെ മുട്ടയടിക്കുന്ന സീനൊക്കെ നമ്മൾ ഗുണ്ടൽപേട്ടിലാണ് ചെയ്തത്. അപ്പോൾ അത് അവിടെ വാരണാസി അല്ല ഷൂട്ട്? അല്ല, മുട്ടയടിക്കുന്നത് ഗുണ്ടൽപേട്ടിലൊരു പുഴയുടെ കരയിൽ സെറ്റ് ചെയ്ത്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, അതെല്ലാം പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലേ, അത് ഞങ്ങൾ ഒരു രാത്രി കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ആ പോലീസ് സ്റ്റേഷൻ സ്കൂളായിരുന്നത്. കാരണം അവിടെ എത്തിയിട്ട് ഞങ്ങളോട് പോലീസ് സ്റ്റേഷൻ ഒറിജിനൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടേ, പക്ഷേ അത് നടന്നില്ല. ഉച്ചയാകുമ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഷൂട്ടാണ്, പോലീസ് സ്റ്റേഷൻ കിട്ടൂല, ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് അപ്പോൾ അത് സ്ഥലവും കണ്ടിട്ടില്ല. സ്ഥലം അപ്പോൾ തന്നെ എന്നോട് നിതീഷ് പറഞ്ഞു, പിന്നീട് ഒന്ന് പോയി നോക്കി, ഏതായാലും നാളെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു ലോക്കൽ മാനേജറൊക്കെ വിളിച്ചിട്ട് പോയിട്ട് ഒരു സ്കൂള് കണ്ടു. അങ്ങനെ ആ സ്കൂളിൻ്റെ ഉള്ളിലാണ് നമ്മൾ രാത്രിക്ക്. അപ്പോൾ ക്യാമറമാനും വൈകുന്നേരം വന്നു, എന്നോട് പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ പെയിൻറ്റ് ഒന്ന് മാറ്റാം, വൈറ്റ് കളറാണ്, പോലീസ് സ്റ്റേഷനല്ലേ, നമുക്കൊരു കളർ പാറ്റേൺ പിടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കളറൊക്കെ എടുത്തിട്ട് ആ സ്കൂള് മൊത്തം പെയിൻ്റ് അടിച്ച് രാത്രിക്ക്. ആർട്ടിൽ അന്നേരം ഇവിടുന്ന് ദൂരെ ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ ഇവിടെ കൊണ്ടുപോയില്ല ഞാൻ. അപ്പോൾ അവിടുന്ന് വേറെ വർക്കേഴ്സ് നമുക്ക് ഹയർ ചെയ്യാൻ ആർട്ട് വർക്ക് അറിയുന്ന ആരെയും വേണ്ടേ, എന്നാലല്ലേ. പിന്നെ പെയിൻറ്റർമാരെയൊക്കെ ആണെന്ന് ഒപ്പിച്ചെടുത്തു. അങ്ങനെ രാത്രി പെയിൻ്റ് അടിച്ച്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫയല്, പിന്നെ മേശ, കസേര, എല്ലാ പരിപാടികളും വേണം. അത് തോക്കൊക്കെ ഉണ്ട്. മറ്റേ അതിൽ ഒരു കോമഡി പരിപാടിയാണ്, ഒരു തോക്ക് എടുത്തിട്ട് ഒരു ഇയാൾ മാറ്റി വെക്കുന്നതൊക്കെ. പോലീസ് സ്റ്റേഷനിലെ തോക്ക് വേണ്ടേ, അതൊക്കെ കാശിയിലവിടെ തോക്കുണ്ടാക്കാൻ അതൊക്കെ എന്നിട്ട് ഒപ്പിച്ചോടുന്നു അന്ന്. അപ്പോൾ ഇവർ വന്ന് രാവിലെ, ഇവർക്ക് പ്രതീക്ഷയൊന്നുമില്ല ഇത് എന്താന്ന് ഷൂട്ട് ചെയ്യാൻ നടപടി ആവുമോയെന്ന് അറിയില്ല. അവർ രാവിലെ വന്ന് നിതീഷ് കണ്ടപ്പോൾ ഭയങ്കര ഇതായി. ജഗദീഷേട്ടനൊക്കെ നല്ല ഇത് പറഞ്ഞായിരുന്നു അത് കണ്ടിട്ട്, ഓ നിങ്ങൾ ഇവിടെ വന്നിട്ടും പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുത്തല്ലോ എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ചേട്ടാ, ഇപ്പോൾ മലയാള സിനിമയിൽ ഈ പ്രൊഡക്ഷൻ ഡിസൈനർ, ആർട്ട് ഡയറക്ടർ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിപ്പോൾ വർക്ക് കൊണ്ടാണേലും എന്തുകൊണ്ടാണ് ഈ മഞ്ഞുമൽ ബോയ്സ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആവേശത്തിൻ്റെ ഇപ്പം അശ്വിനി കല എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ വർക്കെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. ചേട്ടൻ എന്താ തോന്നുന്നു? ഇപ്പോൾ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഇപ്പോൾ ആ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ആർട്ട് വർക്കാണേലും. അതെ, ആർട്ട് വർക്ക്. പിന്നെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള സിറ്റുവേഷൻ വരുന്ന കഥകൾ വരണം. നമുക്കിപ്പോൾ ഗുണ കേവിൽ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഉണ്ടാക്കിയത്. അതേപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗുരുവായൂർ ഉണ്ടാക്കുക. അപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് സിനിമ ആവശ്യമുള്ളത്. അത് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വടക്കം വീരഗാഥയിലൊക്കെ ചെയ്തതുപോലെ അതും ഉണ്ട്. പിന്നെ വൈശാലി അങ്ങനെയുള്ള സിനിമയിലൊക്കെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ. ഈ മമ്മൂട്ടിയുടെ ബ്രഹ്മയോഗവും അതുപോലെ തന്നെ ബ്രഹ്മയോഗം, മാമാങ്കം, പഴശ്ശിരാജ, ഇതിലൊക്കെ സെറ്റ് വർക്ക് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പഴശ്ശിരാജൊക്കെ അന്ന് കുറേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി. ഇത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഇപ്പോൾ ആ വണ്ണാരത്തിൽ പൈസ ഇടുന്നത് വേറെ ഇതാണെങ്കിൽ ആരും അറിയില്ല, അതിൽ പോയേനെ. പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആ ഒരു സാധനം എടുത്തിട്ടപ്പോൾ ആൾക്കാർ ഒബ്സർവ് ചെയ്ത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാരിലേക്ക് എത്തിപ്പെടും, റീച്ച് ആകുന്നത്. ജോമോൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ജോമോൻ്റെ ക്യാരക്ടർ തന്നെ എടുത്തിട്ട് ഞാൻ കുറേ റൈറ്റിങ്സ് കണ്ടു, കുറേ പേര് എഴുതുന്നത് ക്യാരക്ടർ വെച്ചിട്ട് ഇതിൻ്റെ ഇതും പിന്നെ ജോമോൻ്റെ പഴയ വെച്ചിട്ടും ഇതൊക്കെ കാണാൻ എന്ത് തോന്നുന്നു? ഹാപ്പിയാണ് ബ്രോ, ഹാപ്പിയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ലാത്തൊരു അനുഭവം. അതെ, അല്ല നമ്മളൊക്കെ ഒരു വിജയിച്ച ഒരു പടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പിയുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഇപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ അതിന് മുമ്പേ ഉള്ള ചെയ്ത പടങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ ഹിഗിറ്റ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും. അത് ഒന്നാമത് നമ്മൾ അതിന്
ഈ കോവിഡിന് മുമ്പേ ചെയ്ത സിനിമയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കോവിഡ് തന്നെ എനിക്ക് തോന്നുന്നു 1.5 വർഷം 2 വർഷത്തോളം നമുക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ അതിൻ്റെ ഒരു ചൂട് പോകും. ആ ഫസ്റ്റ് നമ്മൾ ഒരു വാർത്തയൊക്കെ വരും, ആദ്യം ഒരു പടം തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു വാർത്തയൊക്കെ വരും പത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പോവില്ല. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ചൂട് പോകും. അതാണ് ചില സമയത്ത് നമ്മൾ അറിയപ്പെടാണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇപ്പോൾ ഹ്യൂഗിറ്റ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാരത് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നൊക്കെ സുരാജേട്ടൻ നല്ല വിവാദത്തിൽപ്പെട്ട് അതെ. അപ്പോൾ ആ സമയത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് ആൾക്കാർ കയറിയായിരുന്നേ. അപ്പോൾ അതാ പറഞ്ഞത്, ചിലത് ആ സമയത്ത് തന്നെ ഇറക്കണം. വിജയിച്ച പടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ ശ്രദ്ധിക്കപ്പെടും. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഫാലിമി അത്യാവശ്യം നല്ല ഒരു സിനിമയായി മാറിയതായിരുന്നു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഫാലിമി കണ്ടിട്ടുണ്ട്. അപ്പോൾ OTT-യിലായാലും ആൾക്കാർ ഇപ്പോൾ അതിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോണിൽ നമ്പർ വരുന്നുണ്ട്, അത് എൻ്റെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ സിനിമ കണ്ടിട്ട് ഇതാക്കി വെച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചോണ്ടിരിക്കുക. അപ്പോൾ അതാ പറഞ്ഞത്, അതപ്പോൾ സിനിമ കാണുന്നോണ്ടല്ലേ അത് സംഭവിക്കുന്നത്. ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അത്. ചില ആൾ വെറുതെ നമ്പർ നോക്കിയിട്ട് അടിച്ചിട്ട് വിടും. ഞാൻ തിരിച്ചു വിളിക്കും, എന്തിനാ വിളിച്ചത്? അല്ല ചേട്ടാ മാറിപ്പോയ, നീ ഫാലിമി വേണ്ടിയിട്ട് വിളിച്ചതല്ലേ. ആ ചേട്ടൻ അങ്ങനെ മനസ്സിലായി, അവൻ ഇങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ജോമോൻ ഈ ആക്ടിങ്ങിൻ്റെ വേറെ ഏതെങ്കിലും സൈഡ് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നോക്കാൻ താല്പര്യമുണ്ടോ? ലൈക്ക് സ്ക്രിപ്റ്റിംഗ്, റൈറ്റിംഗ്, ഡയറക്ഷൻ, അങ്ങനെ എന്തെങ്കിലും? ഒരു പടം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം റൈറ്റിംഗ് താല്പര്യമുണ്ട്. താല്പര്യം വെച്ചാൽ എഴുതാനെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു പരിപാടി, ഒരു റിയലായിട്ടുള്ളൊരു സംഭവം മനസ്സിലുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുട്ടി എടുക്കണം. വരുന്നുണ്ട്. ഇത്രയല്ല, 2-3 വർഷം കഴിഞ്ഞിട്ട് ഈ ആളുകളോളം ടീമിലുണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെ ഉണ്ട്? ഒരാൾ അഖിലിപ്പം കാനഡയിലാണ്. സുബിൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം പടം കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാകും. ശരിക്കും ഈ കോവിഡ് സമയത്താണ് നിങ്ങളെല്ലാവരുടെ ഒരു കുതിപ്പുണ്ടായത്. ഈ സമയത്ത് ആക്ച്വലി കോവിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വേറൊരു രീതിയിൽ പറഞ്ഞാൽ കോവിഡാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വേറെ ഒരു പരിപാടി ഇല്ല, വീട്ടിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കാണ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് മാറി വന്നത്. ഓക്കെ ഏട്ടാ, അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സിനിമകൾ ലഭിക്കട്ടെ. ഇപ്പോൾ ഈ 50 കോടി നേടി ഗുരുവായൂരമ്പലം, ഇനി 100 കോടി നേടട്ടെ. അടുത്ത സിനിമയ്ക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. റിപ്പോർട്ടിനോട് ചേർന്നിട്ട് താങ്ക് യു.